തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദ് ചെയർമാനായുള്ള വിദഗ്ധ സമിതിയാണ് രൂപീകരിച്ചത്. ഒരു മാസത്തിനുള്ളിൽ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർദ്ദേശിച്ചു. ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിലെത്തിച്ച് കർണാടക വനംവകുപ്പിന് തണ്ണീർക്കൊമ്പനെ കൈമാറിയ സമയമാണ് കൊമ്പൻ ചെരിഞ്ഞത്. കൊമ്പന്റെ മരണം ജനങ്ങളിൽ ഒരേ സമയം വിഷമവും, എന്നാൽ കൊമ്പനെ നഗരത്തിൽ നിന്നും മാറ്റിയത് ഒരേ സമയം സന്തോഷവുമാണ് ഉണ്ടാക്കിയത്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂലിപ്പണിയെടുത്തും വല്ലവരോടൊക്കെ കടവോടവും മേടിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷികളാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുന്നത് നമ്മുടെ കണ്ണു മുമ്പിൽ വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആർക്കും അതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല. അപ്പം ഞങ്ങൾ വനം വകുപ്പിനെ ഞങ്ങൾ വരെ കുറ്റം പറഞ്ഞു. ഇവരുടെ ഉപേക്ഷക്കുറവുണ്ടായിരിക്കും ഇതിനെ കൊണ്ടുപോകാത്തത്, അല്ലെങ്കിൽ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത്, ബാക്കിയും കൂടെ നശിപ്പിച്ച് കളയും എന്നുള്ള സംസാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് കൊണ്ടുപോയി അത് ഇന്ന് നേരം വെളുത്തപ്പോൾ ഇങ്ങനൊരു വാർത്ത അറിഞ്ഞതിൽ സങ്കടമുണ്ട്. തണ്ണീർക്കൊമ്പന്റെ മരണം അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചു. വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചത്. ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദ് IFS, നീതുലക്ഷ്മി IFS, അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ആർ രാജ്, ഡോക്ടർ റോഷ്നാഥ് രമേശ്, അഡ്വക്കേറ്റ് നമശിവായൻ എന്നിവരടങ്ങിയ 5 അംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി പറയുന്നത് മരണകാരണം ഹൃദയാഘാതമാണെന്നാണ്. കേരള കർണാടക വനം വകുപ്പ് സർജൻമാർ സംയുക്തമായാണ് പോസ്റ്റ്മോർട്ടം നിർവഹിച്ചത്. കേരള വനം വകുപ്പ് അസിസ്റ്റന്റ് സർജൻ അജേഷ് മോഹൻദാസ്. മേജർ ആയിട്ടുള്ള വേറെ ലീഷൻ കണ്ടത് നമുക്ക് ലങ്സിലാണ്. TB നോഡ്യൂൾസ് ഉണ്ട്. അതിപ്പം അതിന്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ പർസിന്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനിപ്പോൾ നമുക്ക് ലാബോറട്ടറിക്കൽ ഇൻവെസ്റ്റിഗേഷനോടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ബന്ദിപ്പുര വനത്തിലെ രാമപുര ക്യാമ്പിനടുത്തു നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.